ഗുഡ് ഈവനിങ് എബിയോസ്. ഇന്ന് മാർക്കറ്റിലെ ഒരു ബ്ലഡ് ബാത്ത് തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം പൈസ ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായത്. ഇത്ര വലിയൊരു വോളറ്റാലിറ്റി ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ട്രേഡേഴ്സ്. പണ്ട് എന്താ പറയുക, ഒരു റിവറിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ മെനി വേസ് ടു ഫൈൻഡ് ആൻ ഓഷ്യൻ. സോ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള മാർക്കറ്റ് വളരെ നല്ലൊരു ഒരു ഒരു മാർക്കറ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ ആൾക്കാർ ഇന്ന് മാർക്കറ്റിൽ സെല്ല് ചെയ്ത് കൂട്ട് ദേ മേഡ് എ ലോട്ട് ഓഫ് മണി ടുഡേ. സോ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സിമിലാരിറ്റി തോന്നിയ പണ്ട് കാൾ യൂങ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വാട്ട് വാസ് ട്രൂ ഇൻ ദ മോർണിംഗ് ഈസ് എ ലൈ ഇൻ ദ ആഫ്റ്റർനൂൺ. സോ മാർക്കറ്റിൽ അങ്ങനെയാണ് ഇന്നത്തെ സിറ്റുവേഷൻ കാണുന്നത്. കാരണം രാവിലെ ഇന്നലെ HDFC ബാങ്ക് ക്ലോസ് ചെയ്ത് 1840 പോയ HDFC ബാങ്ക് ടുഡേ ഇന്ന് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ മാർക്കറ്റിൽ ഇൻട്രാഡേ ഹോൾഡ് ചെയ്യുന്ന കൂട്ടർക്ക് അത് വലിയൊരു റിസ്ക് ഫാക്ടറും കൂടിയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് മാർക്കറ്റ് എന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, നമുക്ക് വാട്ട് ഇൻഫർമേഷൻ ഡു വി ഹാവ്. മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ഇൻഫർമേഷൻ അല്ല ട്രേഡ് ചെയ്യാൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെറുതെ പോയിട്ട് ട്രേഡ് ചെയ്തതിനെക്കാട്ടും മുന്നിൽ വാട്ട് ഇൻഫർമേഷൻ ഡു വി നീഡ് എന്നുള്ള കാര്യം ആൻഡ് വാട്ട് ഇൻഫർമേഷൻ ഈസ് മിസ്സിങ്, ഇത് മൂന്നും നമുക്ക് അറിയണം മാർക്കറ്റ് ട്രേഡ് ചെയ്തതിനെക്കാട്ടും. അല്ലെങ്കിൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് നമ്മളെ ലോസിൽ കട്ട് ചെയ്യേണ്ടി വരും. സോ ഇന്ന് മാർക്കറ്റിൽ ഭയങ്കര സെൽ ഓഫ് ആണ് കണ്ടത്. അതിന്റെ പ്രധാന കാരണങ്ങൾ പറയാൻ പലതും ഉണ്ട്. ഒന്നാമത് നമ്മുടെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് തന്നെയാണ് വലിയൊരു മാർക്കറ്റിൽ അറിയാറുള്ളത്. അവർ മാർക്കറ്റ് എക്സ്പേർട്സ് പറയുന്ന വെച്ചാൽ ഈ ട്രംപിന്റെ ടാരിഫ് ദാറ്റ് ഈസ് നോട്ട് പ്രൈസ്ഡ് ഇൻ ആറ്റ് എന്നാണ്. ഇനിയും മാർക്കറ്റിൽ കറക്ഷൻ വരാനുണ്ടെന്നാണ്. സോ ഓൾറെഡി അമേരിക്കൻ മാർക്കറ്റിലൊക്കെ ഒരു ബിയർ ഫേസിലാണ്. ഇന്ത്യൻ മാർക്കറ്റും ഇനി അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്ത്യക്ക് ഇനി അമേരിക്കയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഇവിടുന്ന് മെയിൻലി പോകുന്ന പല ഐറ്റംസ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ടെക്സ്റ്റൈൽസ്, പോളിഷ്ഡ് ജെം ജ്വല്ലറീസ്, ഓട്ടോമൊബൈൽ കോമ്പണൻസ്, സോഫ്റ്റ്വെയർ, ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ദർ ആർ സോ മെനി ഐറ്റംസ്. ഇന്ത്യ ഇസ് ലാർജസ്റ്റ്, ഐ തിങ്ക് തേർഡ് ലാർജസ്റ്റ് ഈ പ്രോൺസ് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി അമേരിക്കയിലൊക്കെ ചെയ്യുന്ന ഇന്ത്യ പോലും. അതായത് നമ്മളെ എവൻറ്റി ഫീഡ്സ് ഇതൊക്കെ ഇന്ന് വളരെ ടാങ്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രോൺസ് ഫാമിംഗ് കമ്പനികൾ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക് ഇന്ത്യ പറയും. അത് ഈ തേർഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ പോലെ ഇന്ത്യ. സോ ഈ ടരിഫ് കട്ട് എന്ന് വെച്ചാൽ അത് വളരെ ഈ ടരിഫിന്റെ ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് മാർക്കറ്റിൽ. പണ്ട് ഈ മാർക്സ് പറഞ്ഞ പോലെ ദ റിച്ച് റൂൾ ഓവർ ദ പുവർ ആൻഡ് ദി ബോറോവർ ഈസ് എ സെർവന്റ് ടു ദ ലെൻഡർ എന്നാണ്. അതുപോലെയാണ് റിച്ച് കൺട്രീസ് ദേ റൂൾ ഓവർ ദ പുവർ കൺട്രീസ്. നോക്കണം, നമ്മളെ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് ഇന്ന് ചൈന അതിന് റിട്ടാലിറ്ററി ടാരിഫ് കൊടുത്തു എന്ന് പറയുന്ന കണ്ടു. അപ്പോൾ ഇത് വേറൊരു ന്യൂസ് വന്നു വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ മാനുഫാക്ചർ ചെയ്യുന്ന കാർസ്, അത് യൂറോപ്യനിലുള്ള കാർസ് ഞങ്ങൾക്ക് അറിയാമായിരിക്കും, BMW, വോൾക്സ്വാഗൺ, മെർസിഡീസ്, ഇത് 3 കാർസാണ്. അത് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ നികുതി ഇനി കുറക്കാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ഈ ഒരു പെൻഡിങ് യൂറോപ്പായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ നരേന്ദ്രമോദി സൈൻ ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഈ നമ്മുടെ ഈ കാറിന്റെ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കാറിന്റെ ഒക്കെ വില കുറയും. മെർസിഡീസ് ബെൻസിന്റെ ഒക്കെ ഇനി പുതിയ EV കാർസിന് അത് അവരുടെ ബെർലിൻ പ്ലാന്റ് എന്നാണ് ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുന്നത് കേൾക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇന്ന് മെയിൻലി ഓട്ടോമൊബൈൽ സെക്ടറിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ മഹീന്ദ്ര, മാരുതി ഇതൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് ടാങ്ക് ചെയ്തിരുന്നു. അതിന്റെ പ്രധാന കാരണം ഒന്ന് ഇതാണ്. പിന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ കംപ്ലീറ്റ് ലാൻഡ് റോവർ, ജോഗർ വെഹിക്കിൾസ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇപ്പം തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യ ഒരു 4 മില്യൺ യൂണിറ്റ്സ് ഓഫ് കാർ ഓരോ കൊല്ലം ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. സോ അതൊരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രൊട്ടക്റ്റഡ് മാർക്കറ്റാണ്. അത് നമുക്കറിയാലോ, പണ്ട് കാലത്ത് ഇന്ത്യയിൽ ആകെ 2 കാറേ ഉണ്ടായിരുന്നു, അംബാസഡറും പ്രീമിയർ പത്മിനി. അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധി സുസുക്കിന്റെ ഒരു ടൈപ്പിൽ മാരുതി കയറ്റേണ്ടി വന്നത്. സോ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇസ് എ ഹൈവിലി പ്രൊട്ടക്റ്റഡ് മാർക്കറ്റാണ്. വേറെ ഒരു കമ്പനിക്കൊന്നും ഇവിടെ എൻ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നാളെ മറ്റന്നാൾ ജെറമി പവലിന്റെ പവൽസാബിന്റെ റേറ്റ് കട്ട് വരും എന്ന് പറഞ്ഞു കേട്ടോ. ട്രംപിന്റെ ഉദ്ദേശം അതായിരിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പം സെൻട്രൽ ബാങ്കിനെ കൊണ്ട് റേറ്റ് കട്ട് ചെയ്യിക്കണം. കാരണം റേറ്റ് കട്ട് വളരെ അനിവാര്യമാണെന്ന് പറയും. അപ്പോൾ അമേരിക്കയിൽ റേറ്റ് കട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ റേറ്റ് കട്ട് ഉണ്ടാകും. അത് ബാങ്ക്സിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ബാങ്കിങ് സ്റ്റോക്സ്
കുറച്ച് വാച്ച് ചെയ്യുക. അതുപോലെ ഇന്ത്യൻ്റെ റുപ്പിയിൽ നിന്ന് ഏറ്റവും മൂക്കൂത്തി വീണിട്ടുള്ളത് 85.83 ഓൾമോസ്റ്റ് 0.7% ഡൗൺ ആയിരുന്നുണ്ടായത്. അതുപോലെ വേറൊരു സ്റ്റോക്ക് ഉണ്ട് ട്രെൻഡ് എന്നുണ്ട്. ട്രെൻഡ് ഓൾമോസ്റ്റ് 80% ഡൗൺ ആയിരുന്നു. അതിൻ്റെ റവന്യൂ ഗ്രോത്ത് ഒക്കെ വളരെ മോശമാണെന്ന് പറയുന്നത്. പുതിയ ഔട്ട്ലെറ്റ്സിലൊക്കെ സെയിൽ വളരെ മോശമാണ്. ഫോർത്ത് ക്വാർട്ടർ ബിസിനസ് വളരെ മോശമാണ്. സോ ട്രെൻഡ് വളരെ കുറഞ്ഞിട്ടുണ്ടെന്നും ഒരു ടാറ്റ കമ്പനിയാണ്. അതുപോലെ TCS റിസൾട്ട് വരാൻ പോകുന്നത്. ഞാൻ TCS റിസൾട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല റിസൾട്ട് ആയിരിക്കുന്നു. TCS 52 വീക്ക് ലോയിൽ, TCS L&T ഒക്കെ 52 വീക്ക് ലോയിലുള്ളത്. സോ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിലുള്ള ഈ വലിയൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവരിപ്പം ടാരിഫ് കൂട്ടിയിട്ട് ട്രംപ് പറയുന്ന ഞങ്ങളൊക്കെ ഇനി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയിലുള്ള ഓട്ടോമൊബൈൽസ് ഒക്കെ ഞങ്ങൾ അമേരിക്ക തന്നെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രഗ്സ് ഒക്കെ അമേരിക്ക തന്നെ ഉണ്ടാക്കും. പക്ഷെ ഇതിന്റെ ഇഷ്യൂ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് സങ്ക് കോസ്റ്റ്. നിങ്ങളിപ്പോൾ ഇന്ത്യയിലും അത് തന്നെയായിരുന്നു പണ്ട് കാലത്ത്. മെർസിഡീസ് പറഞ്ഞു യു ഓപ്പൺ എ പ്ലാന്റ് ഹിയർ, യു മാനുഫാക്ചർ ദ കാർസ് ഹിയർ, കം ആൻഡ് മാനുഫാക്ചർ ഹിയർ ആൻഡ് വി ക്യാൻ നെഗോഷിയേറ്റ് ദ ടാരിഫ് എന്നുള്ള ഒരു ഇന്ത്യൻ്റെ പോളിസി തന്നെയായിരുന്നല്ലോ. എല്ലാ കമ്പനിയോടും ഇന്ത്യയിൽ വന്നിട്ട് മാനുഫാക്ചർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് സങ്ക് കോസ്റ്റ്. സോ ഇന്ത്യയിലൊരു കമ്പനി വന്നില്ല, അമേരിക്കയിൽ ഇനിയിപ്പോൾ ഈ ഫോർഡോ അല്ലെങ്കിൽ ക്രൈസ്ലറോ തിരിച്ച് അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ അതിന് ആദ്യം ലാൻഡ് വേണം, ബിൽഡിംഗ് ഫാക്ടറീസ്, ഒബ്റ്റൈനിങ് പെർമിറ്റ്സ്, അതൊക്കെ എന്താ പറയുക ഒരു സിഗ്നിഫിക്കൻറ്റ് ലോസ് ആണ്, കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു കോസ്റ്റാണ്. സോ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടാരിഫ് ഇനി 10-15 കൊല്ലം നിൽക്കും. നാളെ ഇപ്പോൾ ട്രംപ് പോയി പുതിയൊരു ഗവൺമെൻറ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടാരിഫ് റിമൂവ് ചെയ്താൽ പിന്നെ ഈ കമ്പനിയൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സങ്ക് കോസ്റ്റ് വലിയ ലോസിൽ പോകില്ലേ. സോ അതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ പിന്നെ ഇതിനൊരു എന്താ പറയുക, ഈ എത്ര കാലം ഈ ടാരിഫ് ഇതുപോലെ തന്നെ ഉണ്ടാവും, ഇനി അടുത്ത ഗവൺമെൻറ് ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോട്ട് എ ഫോർസിയബിൾ ഫ്യൂച്ചർ എന്നാ ഇതിൻ്റെ അകത്ത്. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വളരെ കോസ്റ്റ്ലി ആണ്. സോ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വളരെ കോസ്റ്റ്ലി. അമേരിക്കൻ ലാബേഴ്സും അമേരിക്കൻ ലാൻഡും ഈ സങ്ക് കോസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിലേക്ക് ചൈന, ഇന്ത്യ, മെക്സിക്കോ, ഇന്തോനേഷ്യ അവർക്ക് കാറ് ഇതിനെക്കാട്ടും ചീപ്പറായ പ്രൈസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അമേരിക്കനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റും. സോ അമേരിക്കനെക്കാട്ടും നന്നായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഇപ്പം BYD ആയാലും, ഇപ്പം BYDയുടെ കാർസൊക്കെ ഇന്ന് യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ BYDയുടെ ട്രക്സും BYDയുടെ കാർസൊക്കെ കാണാൻ പറ്റും. സോ സച്ച് എ ബ്യൂട്ടിഫുൾ കാർസ് BYD ഉണ്ടാക്കുന്ന വളരെ ചീപ്പ് കോസ്റ്റിൽ. സോ ഇന്ത്യയിലും BYD വരുന്നതെന്ന് പറയാൻ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഈ പ്രൊട്ടക്റ്റീവ് എൻവിറോൺമെന്റിൽ ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അതർ കമ്പനീസ് ടു കം ആൻഡ് സെൽ കാർസ് ഇൻ ഇന്ത്യ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. അമേരിക്കയിൽ നിങ്ങൾ നോക്കിക്കോ, അമേരിക്കയിലെ ടെക്സ്റ്റൈൽ മാർക്കറ്റ് നോക്കുക വെച്ചാൽ US ഒരു കാലത്ത് ഈ വൂളൻ ടെക്സ്റ്റൈൽസിലും കോട്ടൺ ടെക്സ്റ്റൈൽസും അതിൽ വേൾഡിലെ ഒരു ലീഡറായിരുന്നു. അത് ഈവൺ വിത്ത് വേൾഡ് വാർ 1 കഴിഞ്ഞ സമയത്തും ഈ നോർത്ത് കരോലിനയൊക്കെ അവരെ ടെക്സ്റ്റൈൽസിന്റെ വലിയ ഹബ്ബായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചു കാലം ഇപ്പോൾ US ആൾക്കാർ വെൽത്തിയറായി തുടങ്ങി, പിന്നെ ലേബർ കോസ്റ്റ് വളരെ കൂടാൻ തുടങ്ങി. അപ്പോൾ അന്നേരത്തെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്കത് ഇഫക്റ്റീവായിട്ട് പ്രോഫിറ്റബിളി റൺ ചെയ്യാൻ പറ്റിയില്ല. സോ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് മൂവ് ടു അതർ കൺട്രീസ്. ഇന്നിപ്പോൾ ലോകത്തിൽ ടെക്സ്റ്റൈൽ കൺട്രോൾ ചെയ്യുന്ന 3 രാജ്യങ്ങളാണ്, വിയറ്റ്നാം, ബംഗ്ലാദേശും തുർക്കിയാണ്. ഇതിൻ്റെ മുകളിൽ ഹെവി ആയിട്ട് ടാരിഫ് ട്രംപ് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു കൺട്രീൻ്റെ എന്താണോ ഇത് ഒരു കൺട്രീൻ്റെ കോമ്പറ്റേറ്റീവ് എഡ്ജ്, അതാണ് അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ്. അതിപ്പോൾ ട്രംപ് ഈ അമേരിക്കൻ്റെ കോമ്പറ്റേറ്റീവ് എഡ്ജ് ഡിസ്ട്രോയ് ആവുന്നതാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ 1930-കളിൽ അർജന്റീന ഈസ് വൺ ഓഫ് ദി വളരെ അമേരിക്കനെക്കാട്ടും പ്രോസ്പറിംഗ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു, ഗ്രോയിങ് വെരി റാപ്പിഡ്ലി. അത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു അർജന്റീന. അത് അർജന്റീനയുടെ എക്കണോമി ഈവൻ സർപ്രൈസ് ജർമ്മനിയും ഫ്രാൻസിനെക്കാട്ടും വലിയ എക്കണോമി ആയിരുന്നു അർജന്റീന എക്കണോമി. സോ ചില കൂട്ടർ പ്രിഡിക്റ്റ് ചെയ്ത US എക്കണോമിനെക്കാട്ടും വലിയ എക്കണോമി മാറുന്നത് 1930. പക്ഷെ പിന്നെ അതാണ് പിന്നെ ജോസ് ഫെലിക്സ് എന്ന് പറഞ്ഞൊരു മിലിറ്ററി ലീഡർ വന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റെസ്ട്രിക്റ്റഡ് ഇമിഗ്രേഷനും ആൻഡ് ഡബിൾ ദ ടാരിഫുമായി. സോ അതോടെ അർജന്റീനയുടെ കൊലാപ്സ് ഉണ്ടായിരുന്നു. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേക്ക് അവേ വെരി ക്ലിയർ ആണ്. സോ ഈ പ്രൊട്ടക്ഷനിസം ട്രേഡ് മെഷേഴ്സും ചെയ്തു കഴിഞ്ഞാൽ ഒരു കൺട്രിക്കും ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ ഇന്ത്യ ഒരു വലിയൊരു എക്സാമ്പിൾ അതിനകത്ത്. കാരണം ഇന്ത്യയിലെ എല്ലാം ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിലാണ് ഇന്ത്യയിലെ കമ്പനികളുണ്ട്. സോ അമേരിക്ക ഈസ് നോൺ ഫോർ ഓപ്പൺ മാർക്കറ്റ് ആൻഡ് അമേരിക്ക ഈസ് നോൺ ഫോർ എംബ്രേസിങ് ഇന്നോവേഷൻ.
സോ അതാണിപ്പം ട്രംപിന്റെ ഇതിൽ കാണുന്നത്. ഇനി ഞാൻ മാർക്കറ്റിലേക്ക് വരാം. ഇന്നത്തെ ഇപ്പം നാളെ ഇപ്പം വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഒന്ന് ഈ നമ്മളെ FMCG സ്റ്റോക്കുകൾ ഇറ്റ് ഈസ് ഡൂയിങ് വെരി വെൽ. FMCG സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഈ യൂണിലിവർ, കാരണം ഈ മാർക്കറ്റിലും FMCG സ്റ്റോക്സ് ഇല്ല, ഇന്ന് യൂണിലിവർ, നെസ്ലെ, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഇതൊക്കെ നാളെ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. സോ ദീ സ്റ്റോക്സ് ഡിഫൻസീവ് സ്റ്റോക്സ് ആണ് ഇത്. പിന്നെ വേറെ സ്റ്റോക്ക് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്. റിസൾട്ട് മോശമില്ലെന്നാണ് കേൾക്കുന്നത്. സോ കല്യാൺ ജ്വല്ലേഴ്സ് നിങ്ങൾ വാച്ച് ചെയ്യാം. അതുപോലെ നാളെ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് ഇൻഫി നാളെ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ്. ഇൻഫി ആക്ച്വലി ഒരു കറക്ഷൻ കഴിഞ്ഞു. ഇൻഫിക്ക് ഒരു ബൈ സോണിലാണ് ഇപ്പോൾ ഇൻഫി ഉള്ളത്. അതുപോലെ മണപ്പുറം ഫൈനാൻസ് നാളെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. മണപ്പുറം ഫൈനാൻസ് ഈസ് ഓൾസോ എ ഗുഡ് സ്റ്റോക്ക്. 226 രൂപയിൽ ഇപ്പം CMP ഉള്ളത്. JSW സ്റ്റീൽ, അത് ഈസ് ഓൾസോ വെരി ഗുഡ് സ്റ്റോക്ക്. JSW സ്റ്റീലും കറക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. JSW സ്റ്റീൽ is a very good company. NTPC, that is another stock. Tomorrow you can watch NTPC എന്നുള്ള സ്റ്റോക്സ്. പിന്നെ വേറൊരു സ്റ്റോക്ക് കാണുന്നത് ഞാൻ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് വെച്ചാൽ ഈ സിമെൻസ് നാളെ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കാണ്. സിമെൻസും ട്രെൻഡും എങ്ങനെ പോകുന്നത് നാളെ വാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വലിയൊരു കറക്ഷൻ ഇത് കഴിഞ്ഞു സിമെൻസിന്റെ ട്രെൻഡിൽ. ഇതൊക്കെയാണ് ഞാൻ കാണുന്ന സ്റ്റോക്കുകൾ. പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, മറ്റേ കഴിഞ്ഞ ആഴ്ച ഈ HDFC ബാങ്ക് യു ഹാവ് ടു എക്സിറ്റ് 1840 വന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് മണി ഫ്രം HDFC. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ ഐ ടോൾഡ് യു ടു സെൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറ്റ് ദാറ്റ് പ്രൈസ്. സോ ഇതൊക്കെ എൻ്റെ ഒരു വ്യൂ ആണ്. ദിസ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് മൈ ഓൺ വ്യൂ, മൈ ഓൺ സ്റ്റഡി പർപ്പസ് ഐ എം ഡൂയിങ്. സോ യു മേ കൺസൾട്ട് വിത്ത് യുവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ ഇഫ് യു വാണ്ട് ടു ബൈ ഓർ സെൽ ഇൻ stocks. So I won't take any responsibility. Sometimes my views may go wrong also. I am also a human being. So this is what the market today. Thank you very much. Have a nice day.